മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഗാന്ധിയെ തന്നെ വീണ്ടും വെടിവെച്ച ഹിന്ദു മഹാസഭ നേതാവ്. ഹിന്ദു മഹാസഭ ദേശീയ സെക്രട്ടറി പൂജ ശകുൻ പാണ്ഡെയാണ് അലിഗഡിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രതീകാത്മകമായി വെടിയുതിർത്തത്. ഇവരുടെ നടപടി ദേശീയ മാധ്യമങ്ങളിൽ അടക്കം വലിയ വിവാദമായിട്ടുണ്ട്. ഗാന്ധിയുടെ കോലത്തിന് നേരെ വെടിയുതിർക്കുകയും വെടിയേറ്റ കോലത്തിൽ നിന്ന് ചോര ഒഴുകുന്നതായും ചടങ്ങിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഇതുകൂടാതെ വെടിയുതിർക്കുന്നതായി അഭിനയിച്ച ശേഷം ഹിന്ദു മഹാസഭ നേതാവ് ഗോഡ്സെയുടെ പ്രതിമയിൽ ഹാരാർപ്പണവും നടത്തി. രാജ്യമൊട്ടാകെ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്നതിനിടെയാണ് ഹിന്ദു മഹാസഭ പ്രകോപനപരമായ പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിന്റെ ദൃശ്യങ്ങൾ ടൈംസ് നൗ ചാനലാണ് പുറത്തുവിട്ടത്. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട ജനുവരി 30 നേരത്തെ ശൗര്യ ദിവസ് എന്ന പേരിലായിരുന്നു ഹിന്ദു മഹാസഭ ആചരിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി മധുര വിതരണവും നാഥൂറാം വിനായക് ഗോഡ്സെയുടെ പ്രതിമയിൽ ഹാരാർപ്പണവും സംഘടന നടത്തി വന്നിരുന്നു. ഇതിനു പിറകെയാണ് ഇത്തവണ ഗാന്ധിജിയുടെ കോലത്തെ വെടിവെക്കുന്നതുൾപ്പെടെയുള്ള പരിപാടികളുമായി സംഘടന രംഗത്തെത്തിയത്. ഇന്ത്യ വിഭജനത്തിന്റെ കാരണക്കാരനായാണ് ഗാന്ധിജിയെ ഹിന്ദു മഹാസഭ കണക്കാക്കുന്നത്. അതേസമയം ഈ നടപടിക്കെതിരെ വ്യാപക വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.